അനുദിനം യേശുവിനോടൊപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. യോഹന്നാൻ 3:16 ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹത്തെക്കുറിച്ച് അതിശയകരമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ഒന്നാമതായി, ദൈവം ലോകത്തെ സ്നേഹിച്ചു. വചനം പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. നമ്മുടെ സ്നേഹം പലപ്പോഴും നിബന്ധനകളോടെയാണ്. നമ്മോട് നന്നായി പെരുമാറിയാൽ അവരെ അധികം സ്നേഹിക്കുന്നു. നമ്മെ ബഹുമാനിക്കുന്നവരെ നാം അധികം സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. നാം യോഗ്യരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. തൻ്റെ കൃപയാൽ മാത്രമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നമ്മുടെ പരാജയങ്ങളും ബലഹീനതകളും പാപങ്ങളും അറിഞ്ഞിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. രണ്ടാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ കൊടുത്തു. വചനം പറയുന്നു, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യഥാർത്ഥ സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നൽകാൻ തയ്യാറാകുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി. ഇതാണ് ക്രൂശിൻ്റെ സന്ദേശം. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ നാം അർഹിച്ചപ്പോൾ യേശു നമ്മുടെ സ്ഥാനത്ത് നിന്നു. നമ്മുടെ കുറ്റം ക്ഷമിക്കപ്പെടേണ്ടതിന് ക്രിസ്തു തൻ്റെ ജീവനെ നമുക്കായി നൽകി. അതുകൊണ്ട് ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. മൂന്നാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ സ്നേഹം എല്ലാവർക്കുമുള്ളതാണ്. വചനം പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും. നമ്മുടെ കഴിഞ്ഞകാലം എന്തായിരുന്നാലും, എത്ര പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും, എത്ര ദൈവത്തിൽ നിന്നു അകന്നു പോയിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ അവകാശമായി ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മെ ശിക്ഷിക്കുക എന്നതല്ല, നമ്മെ രക്ഷിക്കുക എന്നതാണ്. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ തന്നിലേക്ക് അടുപ്പിക്കുന്നു. ആ നിത്യജീവനായി പ്രത്യാശയോടെ കാത്തിരുന്നുകൊണ്ട് അനുദിനം യേശുവിനോടൊപ്പം ജീവിക്കാം. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്ന് ഉണർന്നുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അനുദിനം വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അർഹതയില്ലായിരുന്നപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങയുടെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ നൽകുകയും ചെയ്തതിന് ദൈവമേ അങ്ങേക്ക് നന്ദി.
ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം ആഴമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശ്വസിച്ച് നിത്യജീവന് ഓഹരിക്കാരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.